മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. 2021 കൂടുതൽ സീറ്റ് LDFന് ലഭിക്കുമെന്ന് വോട്ട് ചെയ്ത ശേഷം പിണറായി വിജയൻ പറഞ്ഞു. 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്നായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. പിണറായി RC അമല ബേസിക് സ്കൂളിലെ 194-ാം ബൂത്തിൽ രാവിലെ 8 മണിയോടെയാണ് മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അതിനിർണായക തെരഞ്ഞെടുപ്പാണിതെന്ന് വോട്ട് ചെയ്ത ശേഷം പിണറായിയുടെ പ്രതികരണം. ഈ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത്. ആ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരുന്നത്. 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. പറവൂർ കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ സർക്കാർ കോളേജിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വോട്ട്. കുടുംബവുമായി എത്തിയാണ് സതീശൻ വോട്ട് രേഖപ്പെടുത്തിയത്. 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ്. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൃത്യമായ അസസ്മെന്റാണ്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജഗതി UP സ്കൂളിലെത്തിയാണ് AK ആന്റണി വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ടോടെ പിണറായി ഭരണം അസ്തമിക്കുമെന്ന് ആന്റണി. കേരളം ഇത്തവണ UDF തൂത്തുവാരും. ഇന്ന് കൃത്യം 6 മണി കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിച്ചു കഴിഞ്ഞിരിക്കും. ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും മികച്ച വിജയം നേടിയ UDF ഫൈനലിൽ നല്ല ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഫൈനലില് നല്ല ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് UDFന് അനുകൂലമായിട്ട്. കഴിഞ്ഞ തവണകളിലൊക്കെ ഉണ്ടായതിനേക്കാൾ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തന്നെ UDFന് ജയിക്കാൻ പറ്റും. ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന വോട്ടിംഗ് ആണ് ഉണ്ടാവുകയെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് UDF പ്രഖ്യാപിച്ചില്ല ഗ്യാരണ്ടികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് ആയിരിക്കും. അത് തരംഗമായിട്ട് മാറും. അതിന്റെ സൂചനകളാണ് കാണുന്നത്. സർക്കാരിന് നേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പോരായ്മകളും ഉണ്ടായിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അത് തിരുത്തിയായിരിക്കും അടുത്ത സർക്കാർ മുന്നോട്ട് പോവുക. ചില പോരായ്മകളോ കുറവുകളോ സംഭവിച്ചിട്ടുള്ളത് മാധ്യമങ്ങളും ജനങ്ങളും ചൂണ്ടിക്കാണിച്ച് അത് ഉൾക്കൊണ്ട് തിരുത്തിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ ഗവൺമെന്റ് കൂടുതൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകും. 3-ാം ഊഴം ജനങ്ങൾ ഉറപ്പുവരുത്തുമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം LDFന്റെ 3-ാം ടേമിലേക്കുള്ള യാത്ര ഉറപ്പുവരുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയ നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.